അങ്ങനെ കഴിഞ്ഞ നീണ്ട 75 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ ഓഫീസിൻ്റെയും പുതിയ സ്റ്റുഡിയോയുടെയും പണിപ്പുരയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ വന്നിരുന്ന് അങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനൽ ദീപക് ജയവാസി വ്ളോഗ്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ മറ്റുള്ള മോട്ടോ വ്ളോഗ്സും അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ മാത്രമായിരുന്നു ഞാനിങ്ങനെ ഇട്ടിരുന്നത്. അതിനുള്ളൊരു ഒറ്റ ഉത്തരം ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ വന്നിരുന്ന് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ വീഡിയോസ് പഴയ പോലെ ആ ഒരു ഓഫർ വീഡിയോസും അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കണ്ടു തുടങ്ങും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് ടേം റിവ്യൂ ആണ്. അത് വേറെ ആരുടെയല്ല, എൻ്റെ സ്വന്തം ഒരു എക്സ്പീരിയൻസിലുള്ളൊരു റിവ്യൂ തന്നെയാണ്. കഴിഞ്ഞ വർഷം ആറ്റംബർഗിൻ്റെ ഒരു സ്റ്റുഡിയോ പ്ലസ് എന്ന് പറഞ്ഞൊരു BLDC ഫാൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും ഞാൻ കിടക്കുന്ന റൂമിനകത്ത് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്താണ്, ഇവർ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൂടുകാലം വരുവാണ്. അതുകൊണ്ട് തന്നെ AC, ഫാനിൻ്റെ ഒക്കെ തന്നെ കൂളറിൻ്റെ ഒക്കെ തന്നെ പ്രോഡക്റ്റുകൾ ആൾക്കാർ സെർച്ച് ചെയ്ത് തുടങ്ങും. ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്നുള്ള രീതിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്നുള്ളൊരു വേറൊരു സംശയമില്ല. കൂടാതെ പഴയതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു ഫാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 5399 രൂപയാണ് ഇപ്പോൾ ഈ ഒരു ഫാന് കാണാൻ സാധിക്കുന്ന വില. ഇത് തന്നെയാണ് ആക്ച്വലി ഞാൻ മേടിക്കുന്ന സമയത്തും. എന്നാൽ ഓഫർ സമയങ്ങളിൽ 5199 എത്താൻ ചാൻസ് ഉണ്ട്. കൂടാതെ എപ്പോഴും ഒരു പ്രാവശ്യം 3800 സംതിങ്ങിനും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും 5399 രൂപയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ മേടിച്ചിരിക്കുന്നത് എർത്ത് ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറാണ്. ഇത് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്ക് പിടിച്ചാൽ എന്താ പറയുക, ആ ഒരു അഴുക്ക് അറിയത്തില്ല എന്നുള്ളൊരു രീതിക്കാണ്. എന്തായാലും അത് ഉടനെ തന്നെ അഴുക്ക് പിടിച്ചാൽ അറിയോ ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതൊരു 5 സ്റ്റാർ റേറ്റഡ് BLDC ഫാനാണ്. ഈ BLDC ഫാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് ബില്ല് വളരെ കുറയ്ക്കും എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഒരു 1500 രൂപയോളം വർഷത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ 2 BLDC ഫാനുകളുണ്ട്. ഒന്ന് ഈ ഒരു ആറ്റംബർഗിൻ്റെ സ്റ്റുഡിയോ പ്ലസും മറ്റൊന്ന് ഹാവൽസിൻ്റെ എപ്പിക് സിഗ്മ, അങ്ങനെ എന്തോ ഒരു മോഡലാണ്. എന്തായാലും 2 എണ്ണം മാത്രമാണ്, ബാക്കിയുള്ള എല്ലാം തന്നെ നോർമൽ ഫാനുകളായതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് ബില്ലിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങളിപ്പോൾ BLDC ഫാൻ മേടിക്കുവാണെങ്കിൽ എല്ലാ റൂമിലും BLDC ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കറണ്ട് ബില്ലിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഇവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലോവസ്റ്റ് ഇൻ ക്ലാസ് ഫെയിലർ റേറ്റ്സ് എന്നാണ്. അതായത് ഫെയിലർ റേറ്റുകൾ വളരെയധികം കുറവെന്നാണ്. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. കാരണം പലരും നമ്മുടെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയൊക്കെ വിട്ടിട്ട് മോട്ടർ അടിച്ചു പോയി. പക്ഷേ ഒരു വർഷത്തിനകത്ത് ഇവർ റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഇവരുടെ സർവീസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കംപ്ലൈൻറ്റ് വരില്ല എന്ന് പറയുന്നത് എന്താ പറയുക, ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ ഈ ഒരു പെഡസ്റ്റൽ ഫാൻ ഉണ്ടല്ലോ, അതിലും മോട്ടർ പെട്ടെന്ന് അടിച്ചു പോകുമെന്നാണ് പലരും പറയുന്നത് ഞാൻ അങ്ങോട്ട് കേട്ടിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ആറ്റംബർഗിൻ്റെ തന്നെ ഒരു പെഡസ്റ്റൽ ഫാൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടുത്തെ ആ ഒരു കടക്കാരും ആറ്റംബർഗിനേക്കാളും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തത് എന്താ പറയുക, ലൂക്കറും നമ്മുടെ ബജാജ് അല്ല വീഗാർഡും ഒക്കെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ലൂക്കറിൻ്റെ ഒരു ഫാൻ മേടിച്ചത് 2700 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഡീലിന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് മേടിച്ചത്. അല്ലെങ്കിൽ പല റേറ്റിൽ ഇപ്പോൾ BLDC ഈ ഒരു ആറ്റംബർഗിൻ്റെ ഫാൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 3500 രൂപയ്ക്ക് മുകളിൽ ആ ഒരു ഫാന് വിലയുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് റിമോട്ട് ഓപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ഫാനാണ്. കൂടാതെ ആപ്പ് നമുക്ക് സപ്പോർട്ട് ആവും. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് ഞാൻ ആ ഒരു കാര്യം എന്താ പറയുക, ബെനിഫിറ്റ്സുകൾ പറയുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഇതിൽ 35 വാട്ട്സ് മാത്രമാണ് പവർ ഔട്ട്പുട്ട്. എന്നാൽ വോൾട്ടേജ് നമുക്കിപ്പോൾ മറ്റുള്ള ഫാനുകൾ നോക്കുവാണെങ്കിൽ 75 വാട്ടാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ 35 ഒരു 40 വാട്ട്സ് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ബേസിക് ആയിട്ട് സ്പെക്കിൽ നോക്കുവാണെങ്കിൽ എന്താ പറയുക പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ ഉപയോഗിച്ചത് വെച്ച് പറയുവാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത്, ഇതിനകത്ത് ഇവർ എഴുതി വെച്ചേക്കുന്നത് നോയ്സ് വളരെ കുറവായിരിക്കുന്നതാണ്. അപ് ടു 57 dB വരെ നമുക്ക് നോയ്സ് കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ആദ്യം നമ്മളിത് മേടിച്ചുകൊണ്ടിടുന്ന സമയത്ത് ആ ഒരു നോയ്സ് കുറവ് തന്നെയാണ് കേട്ടോ. നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുന്നത്. അത്രയും നമ്മൾ വണ്ടടിച്ചു പോകും, അടിപൊളിയാണല്ലോ, ഇത്രയും നല്ല അടിപൊളി ഫാൻ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ വണ്ടടിച്ച് പലതും പറയും. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നോയ്സ് ഉണ്ട്. നിങ്ങൾ ഹൈ സ്പീഡ് ഇടണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഇപ്പോൾ 3-ലോ 2-ലോ ഇടുമ്പോൾ തന്നെ ഒരു നോയ്സ് ഉണ്ട്. 2-ല് കുഴപ്പമില്ല, നോർമൽ ഒരു നോയ്സ് ആണെങ്കിൽ പോലും 3-ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നോയ്സ് നമുക്ക് നോർമൽ ഫാനുകളുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. സോ ആ ഒരു നോയ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മേടിക്കേണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലപ്പോൾ
നിങ്ങൾ അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ സ്റ്റുഡിയോ പ്ലസ് മേടിച്ചിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവത്തില്ലായിരിക്കാം. മേ ബി എൻ്റെ ആ ഒരു ഫാനിൻ്റെ കുഴപ്പമായിരിക്കാം. എന്തായാലും എൻ്റെ അനുഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആകെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം. എന്നാൽ ഇതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതിനകത്തുള്ള ആ ഒരു ആറ്റംബർഗിൻ്റെ ആപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ റിമോട്ട് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ എടുക്കാൻ മറന്നു പോകും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ബെഡിൽ നിന്ന് എണീറ്റ്, അതായത് നോർമൽ ഫാനിൽ നമ്മൾ പോയിട്ട് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുന്നതും പോലെ തന്നെയാണ് നമ്മൾ എണീറ്റ് പോയിട്ട് റിമോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് കൂട്ടാനും കുറയ്ക്കാനും എന്നുള്ള സംഭവമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ റിമോട്ട് എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ മൊബൈൽ എന്തായാലും നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ആരും ടേബിളിലും അവിടെ വെച്ചിട്ട് പോയി കിടന്നുറങ്ങത്തില്ല. എന്താ പറയുക, തലേനയുടെ അടുത്ത് തന്നെ ആയിരിക്കും ഇത് വെച്ചേക്കുക. സോ നമുക്ക് മൊബൈലിൽ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ 5399 രൂപയ്ക്ക് ഇത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ആറ്റംബർഗിൻ്റെ പ്രോഡക്റ്റ് വേണം, ഒരു BLDC ഫാൻ വേണം, 5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാൻ വേണം, കൂടാതെ ആപ്പ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാൻ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും BLDC ആറ്റംബർഗിൻ്റെ സ്റ്റുഡിയോ പ്ലസ് നല്ലൊരു മോഡൽ തന്നെയാണ്. കൂടാതെ നമ്മുടെ ആ ഒരു ഹാവൽസിൻ്റെ എപ്പിക് സിഗ്മ എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതാണ് എൻ്റെ പാരൻസിൻ്റെ റൂമിൽ കിടക്കുന്നത്. അതിൻ്റെ ഡിസൈൻ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു സ്ലിം ഡിസൈനാണ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ LED ആ ഒരു ലെവലൊക്കെ കാണിക്കുന്ന ഇതും, അതേപോലെ തന്നെ നമുക്ക് രാത്രി കുറച്ച് വെട്ടം വേണമെങ്കിൽ അതൊക്കെ തന്നെ ഈ നമ്മുടെ ആറ്റംബർഗിലും മറ്റേതിലും ഉണ്ടെന്ന് തോന്നുന്നു സിഗ്മയിൽ. എന്തായാലും ഇവിടെ നമ്മുടെ ഒരു ആറ്റംബർഗിലും ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിൽ ആ ഒരു എർത്ത് ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളർ മേടിച്ചിട്ട് അഴുക്ക് പറ്റുമോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചാൽ അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഴുക്ക് പിടിച്ചാൽ അറിയും. നമ്മൾ തുറച്ചു കൊടുത്താലേ പറ്റുള്ളൂ. വെള്ള മേടിച്ചാലും അതല്ല, ഈ ഒരു എർത്ത് ബ്രൗൺ മേടിച്ചാലും ഇനി അതല്ല ബ്ലാക്ക് മേടിച്ചാലും ഉറപ്പായിട്ടും അഴുക്ക് പിടിച്ചാൽ ഇതിൽ നല്ല രീതിക്ക് അറിയും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് തുടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയോടെ ഇരിക്കും. അല്ലെങ്കിൽ ആ അഴുക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും എർത്ത് ബ്രൗൺ മേടിച്ചാൽ അല്ലെങ്കിൽ ബ്ലാക്ക് മേടിച്ചാൽ അഴുക്ക് പിടിച്ചാൽ അറിയൂല എന്നുള്ള രീതിക്ക് അത് കൊണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ മേടിച്ച് അങ്ങോട്ട് ഇടാവുന്നേ ഉള്ളൂ. ഹാവൽസിൻ്റെ എപ്പിക് സിഗ്മ വൈറ്റ് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നാൽ അതിലങ്ങനെ വലിയ അഴുക്ക് പിടിച്ചാലും അതായത് നോർമൽ നമ്മുടെ ഇതുപോലെയൊക്കെ തന്നെയാണ്. സോ ആ ഒരു കളറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ബോധേഡ് ആവണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. എന്നാലും ഇതിൽ ആ ഒരു ആപ്പ് സപ്പോർട്ട് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും 5399 രൂപയ്ക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഫാൻ തന്നെയാണ് ഈ ഒരു ആറ്റംബർഗിൻ്റെ സ്റ്റുഡിയോ പ്ലസ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഒരു 4500-4000 രൂപ കിട്ടുന്നെങ്കിൽ അട്ടിപ്പൊളി ഡീൽ എന്നുള്ളതിലും വേറൊരു സംശയമില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, 5399 നല്ലൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. എന്തായാലും നോക്കട്ടെ, മറ്റുള്ള ഫാനുകളുടെ BLDC ഫാനുകളിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ AC-യുടെ ഓഫേഴ്സും അതുപോലെ തന്നെ AC-നെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂളേഴ്സ് എല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയും നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.